പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ മറ്റ് 4 പേരോടൊപ്പം ഇന്ന് ജയിൽ മോചിതരാകും. റിലീസ് ഓർഡർ ഇന്ന് രാവിലെ 9 മണിയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. SKN ഗുഡ് മോർണിംഗ്. മുൻ MLA KV കുഞ്ഞിരാമൻ, അതോടൊപ്പം തന്നെ നിലവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള K മണികണ്ഠൻ, CPIM നേതാക്കളായിട്ടുള്ള രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നീ പ്രതികളാണ് ഇന്ന് ജയിൽ മോചിതരാവുന്നത്. ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നത്. ഇന്നലെ തന്നെ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ CPIM നേതൃത്വം നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ഇവരുടെ ശിക്ഷ വിധിച്ച CBI കോടതിയിൽ ജാമ്യക്കാർ ഒപ്പുവെച്ച് റിലീസ് ഓർഡർ നേരിട്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കണം എന്ന മാനദണ്ഡമുണ്ട്. ഈ ശിക്ഷാ കുറ്റവാളികളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മാനദണ്ഡം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഇവരെ പുറത്തിറക്കാൻ സാധിക്കാഞ്ഞത്. ഇന്ന് 9 മണിയോടെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലാണ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇന്ന് 9 മണിയോടെ ഈ റിലീസ് ഓർഡർ ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കും. അതിനുശേഷം ഏറെ വൈകാതെ ഒരു 10 മണിയോടെ തന്നെ ഈ പ്രതികൾ പുറത്തിറങ്ങും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജയിലിന് മുന്നിൽ പ്രവർത്തകർ, അതായത് CPIM ഈ പ്രതികൾക്ക് സ്വീകരണം നൽകും എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ്. P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ജയിലിന് മുന്നിലേക്ക് ഇവർക്ക് സ്വീകരണം നൽകുന്ന ഘട്ടത്തിൽ എത്തിച്ചേരും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്നും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരും ഈ സ്വീകരണത്തിന് വേണ്ടി, ഈ പ്രതികൾക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഈ ജയിലിന് മുന്നിലേക്ക് എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം, അതായത് ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതിന് ശേഷം നിരവധിയായിട്ടുള്ള നേതാക്കൾ അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഈ പ്രതികളെ സന്ദർശിച്ചിരുന്നു. അത് ഈ CPIM നേതാക്കളായിട്ടുള്ള 4 പ്രതികളെ മാത്രമല്ല, ഈ കേസിലെ, അതായത് പെരിയ കേസിലെ 1-ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികളെയും ജയിലിലെത്തി നേതാക്കൾ കണ്ടിരുന്നു. ഇന്നലെ CPIM നേതാവ് PK ശ്രീമതി ഇവിടെ എത്തി അവർ പ്രതികരിച്ചത് എല്ലാ പ്രതികളെയും കണ്ടിരുന്നു. ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അവരെ എല്ലാം കണ്ടത് എന്ന കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം CPIMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഈ കേസിൽ 1-ാം പ്രതിയുടെ വീട്ടിലുൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തു. അതായത് CPIM ഈ പ്രതികളെല്ലാം, അല്ലെങ്കിൽ എല്ലാ കാലത്തും തള്ളിപ്പറയാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ നിലപാടാണെന്ന് എന്തായാലും CPIM സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ വലിയ വിമർശനമൊക്കെ ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നു എന്ന നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവരുടെ രക്ഷിതാക്കളെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനിയും മുന്നോട്ട് ഈ പ്രതികൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് രാഷ്ട്രീയമായി CPIM തീരുമാനിച്ചിട്ടുള്ളത്. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. നമുക്ക് ഒരുപാട് ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് അരുൺ പൂപ്പറമ്പ പറയുന്നു, ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള സുനിത വില്യംസിൻ്റെ കാര്യം ചോദിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ കഴിയും. അതുപോലെ വിക്രമ ഒയൂർ ചോദിക്കുന്നു, കുറേ അപരന്മാർ, അതായത് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് വൃത്തികേട് എഴുതുന്ന ചില ആളുകളെക്കുറിച്ചുള്ള പട്ടിക അയക്കട്ടെ. തീർച്ചയായിട്ടും ഈ പട്ടിക അയച്ചാൽ കുറച്ചുകൂടി സൗകര്യമാകും. നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള നമ്മുടെ സ്ഥിരം ആളുകൾ തന്നെ ഇവരെ കണ്ടുപിടിക്കുന്ന ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് അവരോട് യുദ്ധത്തിനൊന്നുമില്ല, നമ്മളവരെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒഴിവാക്കും. കാരണം അവർ നേരെ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, നമ്മൾ ബഹുമാനിക്കും അവരെ. അല്ലാതെ അവർ ഈ കുപ്പായമണിഞ്ഞ് വരുന്നത് ഒട്ടും ശരിയല്ല. മുഖംമൂടികൾ വേണ്ട രാവിലെ. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം, വിജയൻ പറയുന്നു, എൻ്റെ കമൻറ്റുകളൊന്നും വായിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഈ പണി നിർത്തി. കൂലിയില്ലാത്ത പണിക്ക് ആരാ പോകുന്നതെന്നാണ് വിജയൻ ചോദിക്കുന്നത്. വിജയൻ കാര്യമാത്ര പ്രസക്തമായ കാര്യം, ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഇപ്പോൾ വായിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് വാർത്തകൾ കൂടുമ്പോൾ. അല്ലാതെ നമുക്ക് കമൻറ്റുകൾ, അതേസമയം ആ കമൻറ്റുകളുടെ ഉള്ളടക്കം, ആ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ബുള്ളറ്റിനുകളിലും വാർത്തകളിലും അതുപോലെ പ്രോഗ്രാമുകളിൽ എന്ത് മാറ്റം വരുത്തുന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കും.